എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി, നിലമ്പൂർ. നിലമ്പൂരിലെ ലോറി തൊഴിലാളിയായ ഫിറോസ് ബാബുവിന്റെ മൂന്നാമത്തെ പുസ്തകം കണ്ണനും രണ്ട് പെണ്ണുങ്ങളും കഥാസമാഹാരത്തിന്റെ പ്രകാശനം ഞായറാഴ്ച നടക്കും. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ VR സുധീഷ് പ്രകാശന കർമ്മം നിർവഹിക്കും. ശ്രീജാരാമൻ പുസ്തകം ഏറ്റുവാങ്ങും. ഫിറോസ് ബാബു ലോറി തൊഴിലാളിയാകും മുമ്പ് നിലമ്പൂരിലെ തട്ടുകട തൊഴിലാളിയായിരുന്നു. അന്നത്തെ അനുഭവങ്ങളും ലോറിക്കാരന്റെ അനുഭവങ്ങളും ഭാവനകളും കൂടിച്ചേർന്നതാണ് ഈ പുസ്തകത്തിലെ കഥകൾ. തുറന്നു പറച്ചിലുകളാണ് ഇദ്ദേഹത്തിന്റെ എഴുത്തിന്റെ പ്രത്യേകത. മിക്ക എഴുത്തുകാരും പറയാൻ മടിക്കുന്ന അനുഭവങ്ങൾ മറയില്ലാതെ പറയാൻ ശ്രമിക്കുന്നതുകൊണ്ട് കഴിഞ്ഞ 2 പുസ്തകങ്ങൾക്കും വായനക്കാരെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 ചന്തക്കുന്ന് മയ്യന്താനി സദ്കമയ ലൈബ്രറിയിൽ വെച്ച് നടക്കുന്ന പ്രകാശന ചടങ്ങിൽ പ്രമുഖർ സംബന്ധിക്കും. UBK നിലമ്പൂർ പുസ്തകത്തിന്റെ ആദ്യ വിൽപ്പന നടത്തും. നിലമ്പൂരിലെ പഴയകാല ലോറി തൊഴിലാളികളും തട്ടുകട തൊഴിലാളികളും പുസ്തകം ഏറ്റുവാങ്ങും. ശ്രീനി നിലമ്പൂർ പുസ്തകം പരിചയപ്പെടുത്തും. കുറ്റേരി അസീസ്, KRC നിലമ്പൂർ, കുഞ്ഞു മുഹമ്മദ് അഞ്ചച്ചവടി, വിഷ്ണു നാരായണൻ, EK മുഹമ്മദ് തുടങ്ങി കലാസാഹിത്യ മേഖലയിലെ പ്രമുഖരും പരിപാടിയിൽ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ ഫിറോസ് ബാബു, മുഹാജർ കരുളായി, EK മുഹമ്മദ്, ശ്രീനി നിലമ്പൂർ, കുറ്റേരി അസീസ്, അബ്ദു രാമൻകുത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. മൂന്നാമത്തെ പുസ്തകത്തിന്റെ പ്രകാശനം നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് നിലമ്പൂർ സദ്ഗമയ ലൈബ്രറിയിൽ വെച്ചിട്ട് മയ്യന്താണി പകൽ വീട്ടിൽ വെച്ചിട്ട് നടക്കുകയാണ്. പ്രകാശനത്തിനായിട്ട് വരുന്നത് നിലമ്പൂർ കേരളത്തിൻ്റെ അല്ലെങ്കിൽ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരനായിട്ടുള്ള VR സുധീഷ് മാഷാണ് പ്രകാശനത്തിന് വേണ്ടി വരുന്നത്. പുസ്തകം ആദ്യ പ്രതി ഏറ്റുവാങ്ങുന്നത് ശ്രീജാരാമൻ എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്തുകാരി ആണ്. അതോടൊപ്പം തന്നെ ഈ വാർത്താ സമ്മേളനം ഇങ്ങനെ വിളിച്ചു ചേർക്കാനുണ്ടായിട്ടുള്ള ഒരു പ്രത്യേക കാരണം ഫിറോസ് അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയകളിൽ തുറന്നെഴുത്തിലൂടെ അനുഭവങ്ങൾ പല എഴുത്തുകാരും തുറന്നു പറയാൻ മടിക്കുന്ന കാലത്ത് തൻ്റെ അനുഭവങ്ങളെ ലോറി തൊഴിലാളിയാകുന്നതിന് മുമ്പ് ഈ നിലമ്പൂർ ചിട്ടിയങ്ങാടിയിലെ തട്ടുകടയിലെ ഒരു തൊഴിലാളിയായിട്ടായിരുന്നു ഇയാൾ ജീവിതം ആരംഭിച്ചിട്ടുള്ളത്. അന്നു മുതലുള്ള അനുഭവങ്ങളുടെ നേർ സാക്ഷ്യം ഒളിയും മറയില്ലാതെ വായനക്കാരുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു ധൈര്യമുള്ള തന്റേടമുള്ള ഒരു എഴുത്തുകാരനാണ് ഫിറോസ്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.